വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ ബെറ്റർ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ദുആ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് സീരീസ് ആണ് കേട്ടോ. ഇത് തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കുറേ ദിവസമായി, പക്ഷേ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാലോ, എന്നെ കൊണ്ട് പെട്ടെന്നൊന്നും ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് നടക്കുന്നില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സീരീസ് ഒക്കെ കൊണ്ടുവന്നിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഇത് റിലേഷൻഷിപ്പ് സീരീസ് ആണ് നമ്മൾ ഇന്ന് ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വരുത്തുന്ന, അതായത് നമ്മൾ പോലും അശ്രദ്ധരായിക്കൊണ്ട് നമ്മുടെ സ്വന്തം ബന്ധങ്ങളെ കുഴിച്ച് മൂടി വെക്കുന്ന കുറച്ച് കാരണങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളെല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യുന്ന മണ്ടത്തരങ്ങളായിരിക്കും ഇത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ നോക്കിയാൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ മക്കൾക്കൊക്കെ ഉള്ളൊരു ശീലമാണ് ഈ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഹാബിറ്റ് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ട, ഒരാളെ തിരുത്തിയ, ഒരാളുടെ മനസ്സിന് സമാധാനം കിട്ടിയ അൽഹംദുലില്ലാഹ്, അതാണ് എൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ കെട്ടുവൻ എടുക്കാം. ഓക്കെ, രാവിലെ തന്നെ നിങ്ങളുടെ ഭർത്താവും നിങ്ങളായിട്ടൊരു ചെറിയ കശപിശ ഉണ്ടായി, ആള് പോയി എന്ന് വിചാരിച്ചോ. സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ എടുക്കുന്ന, ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കുന്ന, ഇതേ എൻ്റെ പോലെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ വന്നിട്ട് പറയാണ്, സ്നേഹമുള്ള ഭർത്താവിനെ കണ്ടുപിടിക്കാനുള്ള 5 കാര്യങ്ങൾ. ഇതേ കണ്ടോ, ബട്ട് ഒരു 5 പോയിന്റ്സ് ആയിരുന്നു നിരത്തി തന്നു. നമ്മളതിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിരുന്നു. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞു. എൻ്റെ കെട്ടുവനക്ക് ഈ 5 സ്വഭാവവും ഇല്ല. എടുത്ത് അതിനെ ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റ് ഇട്ട്, നമ്മൾ കമൻറ്റ് ഇടാൻ നോക്കിയപ്പോഴോ കുറേ പെണ്ണുങ്ങൾ ഇതേ കിടക്കണം, എൻ്റെ കെട്ടുവൻ ഈ 5 എണ്ണത്തിലും പെടൂല, എൻ്റെ കെട്ടുവൻ വേസ്റ്റ് ആണ്, എൻ്റെ കെട്ടുവനാണ് ഏറ്റവും സ്നേഹമില്ലാത്ത ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ തുല്യദുഃഖിതരായ പെണ്ണുങ്ങളെ കാണുന്ന നിങ്ങൾ ആ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്ന, ഈ കമൻറ്റ് നിങ്ങൾ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ആ സെയിം റീൽ ഒരു 10-20 തവണ അവിടെ പ്ലേ ആവുന്ന, നിങ്ങൾ ആ റീലിനെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഭർത്താവിന് അയച്ചു കൊടുക്കുന്നത്. കണ്ടുപഠിക്ക് മനുഷ്യ, ഇങ്ങനെയാണ് കെട്ടിയന്മാർ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ അന്നത്തെ ദിവസം നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ഒരു പേജ് ഫുള്ള് വരുന്ന റെക്കമെൻഡേഷൻസ് ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും. അവസാനം നിങ്ങൾ നോക്കി പോകുമ്പോൾ നിങ്ങളുടെ കെട്ടിയവനെ കിണറ്റിലറിണ്ട്, പുഴയിലറിണ്ട്, വരുമ്പോൾ ഇത്തിരി എന്തെങ്കിലും കലക്കി കൊടുക്കണോ എന്നുള്ള അവസ്ഥയിലേക്ക് വരെ എത്തും. ഡിവോഴ്സ് ചെയ്താലോ, ഇങ്ങനത്തെ ഒരു പൊട്ട കെട്ടിയവൻ എന്തിനാ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിൽ അത്രയേറെ സെന്റിമെന്റ്സ് നിറഞ്ഞ, അല്ലെങ്കിൽ അത്രയേറെ എമോഷൻസ് നിറഞ്ഞിട്ടുള്ള കുറേ കണ്ടൻസ് ആയിരിക്കും അതിനകത്തുണ്ടാവുക. സോ നിങ്ങൾ എമോഷണലി ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലത് ഫാക്റ്റ് ആയിരിക്കാം, ചിലത് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ ചുമ്മാ വന്നു പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചു വന്ന് പറയുന്ന ഒക്കെ സെക്കൻഡറി ആണ്. നിങ്ങൾ എമോഷണലി ഓക്കെ അല്ല എന്നുണ്ടോ, നിങ്ങൾ ആ ഫോൺ എന്ന് പറയുന്ന സാധനം എടുക്കണ്ട. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഈ 3 ആപ്ലിക്കേഷൻ നിങ്ങൾ തുറക്കുക വേണ്ട. കാരണം അത് തുറന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണോ ഇരിക്കുന്നത് ആ ഒരു സാധനത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾ കാണുന്നതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര ഫീലിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള റീലാണ് നിങ്ങൾ കാണുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ചാൽ, ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബിനൊക്കെ ഒരു SEO ഉണ്ട്, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾ ഏത് കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഹോം പേജിലോട്ട് കൊണ്ടുവന്ന് ഇട്ട് തരിക. ഇത്തരത്തിലുള്ള വീഡിയോസിനെയൊക്കെ റെക്കമെൻഡ് ചെയ്യുക. ഇങ്ങനെ റെക്കമെൻഡ് ചെയ്ത് വന്ന് നിങ്ങൾ അതിൽ ഇരുന്ന് മുഴുകി നിങ്ങളുടെ പേഴ്സണൽ കെയർ നടക്കൂല, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കൂല, മക്കളുടെ കാര്യങ്ങൾ നടക്കൂല. സോ നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡിനുള്ള സ്ട്രെസ് എന്താവും, കുറച്ചും കൂടെ കൂടും, ആളോടുള്ള കലിപ്പാവും. ആ കലിപ്പ് പോയിട്ട് കുട്ടികളോട് തീർക്കും. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയമ്മ എന്തെങ്കിലും പറയുമ്പോൾ അതിനേക്കാളും ദേഷ്യം വരും. അങ്ങനെ നിങ്ങൾ കൂടുതൽ സ്ട്രെസ്സിലോട്ട് പോകും, കൂടുതൽ നിങ്ങളെ എമോഷണലി വീക്കാവും. സോ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള 1-2 വാക്കുകളോ അല്ലെങ്കിൽ കുഞ്ഞു പ്രശ്നങ്ങളോ ഒന്നുമല്ല അവിടെ മാറ്ററായിട്ട് വന്നത്. നമ്മൾ കണ്ട, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രെയിനിന് തിന്നാൻ കൊടുത്ത ഈ ഒരു സാധനം മാത്രമാണ്. പക്ഷേ ഇനിയിപ്പോൾ റിയൽ ആയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഒരിക്കലും സൊല്യൂഷൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറി തിരയുന്നതിനേക്കാൾ ഭേദം ഇരുന്ന് സംസാരിക്കാൻ നോക്കുക. ആളെ പിടിച്ചിരുത്തി സംസാരിക്കുക. അത് അമ്മായിയമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, നാത്തൂമാരായിട്ട് പ്രശ്നമുണ്ടോ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഇനി ഒരു തരത്തിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് എത്ര സംസാരിച്ചാലും കൺവിൻസ്ഡ് ആവാത്ത ചില ആളുകൾ അങ്ങനെയാണ് അല്ലേ, നമ്മൾ എന്ത് പറഞ്ഞാലും കൺവിൻസ്ഡ് ആവില്ല. നമ്മളെ എത്ര ആഗ്രഹിച്ചാലും അവർ നമ്മളെ സ്നേഹിക്കില്ല, നമ്മൾ എത്ര അവരെ സഹായിച്ചാലും അവർ നന്ദിയില്ലാത്ത വർത്താനേ പറയുള്ളൂ. അതിനിപ്പോൾ ചിലർ പറയാറുണ്ട്, ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണ് നാത്തൂന്മാരെ കാണുന്നത്, പക്ഷെ അവരെന്നെ അവരുടെ വീട്ടിലോട്ട് വലിഞ്ഞു കയറിയ ഒരാളെ പോലെ. അത് അവരുടെ ക്യാരക്ടറാണ്, നമുക്കൊന്നും അവിടെ ചെയ്യാനില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ സെൽഫ് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്, അതിന് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഹസ്ബൻഡ് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ തരുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, കോൾ ചെയ്യുന്ന സമയത്തൊക്കെ പറയാറുണ്ട്, അശ്വത മക്കളെ ആലോചിച്ചിട്ടാണ് നിൽക്കുന്നത്, എൻ്റെ വീട്ടിൽ എനിക്കൊരു ആശ്രയം ഇല്ലാത്തതുകൊണ്ട് നിൽക്കുന്നത്,
നിൽക്കുന്നത്, എനിക്ക് നിന്നേ പറ്റൂ, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ പിടിച്ച് നിൽക്കുന്നത്. എങ്ങനെയാണ് നിൽക്കുന്നത്? ചില കുട്ടികളുടെയൊക്കെ സീന് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് ഈ ജനറേഷൻ്റെ പിള്ളേർ ഇത്ര വീക്കാണോ, ഇവരെങ്ങനെയാണ് നിന്ന് പോകുന്നതെന്ന് നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രയേറെ സഹിച്ച് സഹനത്തിൻ്റെ അങ്ങേ അറ്റം നിന്ന് സഹിക്കുന്ന പിള്ളേരുണ്ട്. കാണുമ്പോൾ എനിക്കെന്നെ ഒന്ന് പടച്ച റബ്ബേ എന്താ മക്കളേക്ക് ഒരു സബർ, അങ്ങനെ എനിക്കേ തോന്നും. അപ്പോൾ അത്രയേറെ ക്ഷമിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും ചെയ്യാനില്ല, പേടിയാണ്, കൈക്കുഞ്ഞാണ്, സ്വന്തം വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പീഡനം, നാത്തുമാരെ പീഡനം, ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മൊമെൻറ്റിൽ സൂയിസൈഡ് എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് ആ മക്കൾ എത്തിച്ചേരുന്നതിനെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് കെയർ ചെയ്യുക. സ്വന്തം മനസ്സിന് സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന അത് അത്രയും ചെയ്യുക. നിങ്ങളുടെ ഭർത്താവ് മോശമായിരിക്കും, അമ്മായിയമ്മ മോശമായിരിക്കും, നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കടുക് മണിയുടെ ഒരു ആശ്വാസം പറിച്ച് നിങ്ങളുടെ മക്കളായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അവരെ ഫോക്കസ് ചെയ്യുക, അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തുക. കാരണം നമ്മൾ അവിടെ നിൽക്കുന്നത് ജസ്റ്റ് ഒരു പിടിച്ച് നിൽക്കാനുള്ള ഒരു ടൈം പീരീഡ് മാത്രമാണ്. നമ്മുടെ മക്കളൊന്ന് വലുതാവുന്ന വരെ അല്ലെങ്കിൽ അവരൊന്ന് വലുതാക്കി കൊണ്ടുവരുന്ന വരെ നമുക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ. സെൽഫായിട്ട് ഗ്രോത്ത് ചെയ്യുക, നമ്മൾ നമ്മുടേതായ സന്തോഷം നമ്മളിൽ കണ്ടെത്തുക. അല്ലാതെ ഒരിക്കലും നമ്മുടേതായിട്ടുള്ള സന്തോഷം ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് കണ്ടെത്തരുത്. ഇപ്പോൾ ഐഷത്തെയാണ്, ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ എന്തെങ്കിലും പറയുന്ന സമയത്ത് പറയാണ്ട് നിങ്ങളെ വീഡിയോസ് മാത്രമേ കാണാറുള്ളൂ. നിങ്ങൾ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസും കാണരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസും കാണരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങളിരുന്ന് പ്ലാൻ ചെയ്യുക. ഒരു നോട്ട്ബുക്ക് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ജേർണൽ പോലെ നിങ്ങൾ കീപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളിരുന്ന് പ്ലാൻ ചെയ്യുക, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എൻ്റെ ഹെൽത്തിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, എൻ്റെ മൈൻഡിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, ഏതൊക്കെ രീതിയിൽ ഞാൻ ആളുകൾക്ക് പുറത്തു കൊടുക്കാനായിട്ട് തയ്യാറാവണം. ഇതിനൊക്കെ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങളുടെ സെൽഫ് നിങ്ങൾ എത്ര നല്ലതാവാൻ പറ്റും. ഇപ്പോൾ നാത്തുമാരായിക്കോട്ടെ, അല്ലെങ്കിൽ അമ്മായിയമ്മ ആയിക്കോട്ടെ, ബാക്കിയുള്ളവരൊക്കെ കിട്ടാനായിക്കോട്ടെ, ഒക്കെ പൊട്ടയാണെങ്കിലും നിങ്ങളുടെ സെൽഫ് നിങ്ങൾക്ക് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും, എല്ലാവരോടും നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ പറ്റും, അത് മാത്രം നോക്കുക. നാളെ നിങ്ങളുടെ മക്കൾ വളർന്ന് വലുതാവുന്ന സമയത്ത് ആരെ പോലെയൊക്കെ ആവരുത്, അവരെ നിങ്ങളെ കണ്ടിട്ടാണ് പഠിക്കുക. അപ്പോൾ അവരൊക്കെ ഇത്രയും മോശം ആൾക്കാരാണെങ്കിലും ഈ സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്, ആ ഒരു കാര്യം വേണം നമ്മുടെ മക്കൾ കണ്ടു വളരാനായിട്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ അതായത് കുറച്ച് കാലം മുന്നേയൊക്കെ ഉള്ളൊരു ട്രെൻഡായിരുന്നു റീല് കാണുക. റീല് കണ്ടിട്ട് ആ ഒരു റീൽസിനെ, കപ്പിൾ റീല് അല്ലെങ്കിൽ വ്ളോഗേഴ്സിനെയൊക്കെ കണ്ടിട്ട് അവരൊക്കെ കണ്ടില്ലേ സൂപ്പറായിട്ട് ജീവിക്കുന്നുണ്ട്, നമ്മുടെ അടുത്ത് കൊണ്ടൊരു സാധനം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നമ്മുടെ കെട്ടിയന്മാരെ കാണുന്ന ഒരു സാധനം, അല്ലെങ്കിൽ കെട്ടിയന്മാരെ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പം അത് മാറിയില്ലേ, കാരണം ഒരുപാട് വ്ളോഗേഴ്സ് അടിച്ച് പിരിഞ്ഞ് കിളി പറന്ന് നിൽക്കുന്നത്, അതേപോലെ ഒത്തിരി ഭയങ്കര ലവബിൾ ആയിട്ടുള്ള കപ്പിൾസ് ആണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോലും അവരുടെ ഫാമിലിനെ കുറിച്ചുള്ള നെഗറ്റീവ്സ് വന്നിരുന്ന് പറയുന്നത് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് നമ്മൾ വിചാരിക്കും എന്തൊക്കെയോ സക്സസ്ഫുള്ളി അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അവരുടെ ഫാമിലി ലൈഫിനെ അട്ടർ ഫ്ലോപ്പായിട്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ തന്നെ നമ്മുടെ കൺമുന്നിൽ കുറേ ഈ വ്ളോഗിൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ട് വന്നിപ്പം അത് യൂസ്ഡായി. പണ്ട് ഇതിനു മുന്നേ സീരിയലുകളായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് സീരിയൽ കഴിഞ്ഞിട്ട് ഇപ്പം വ്ളോഗേഴ്സിൻ്റെയും ഇപ്പോൾ റിയൽ ലൈഫ് ഏകദേശം നമ്മളൊക്കെ കണ്ടു തുടങ്ങിയപ്പം നമുക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങി അതൊന്നുമല്ല കാര്യം എന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്തൊരു ട്രെൻഡ് കിടക്കുന്നതാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ടോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം, നല്ലതായിട്ടും മോശമായിട്ടും യൂസ് ചെയ്യാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലും ഒരു ട്രെൻഡിനും നിങ്ങൾ എടുക്കേണ്ടതില്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ കമ്പയർ ചെയ്യരുത് ആരെന്ത് പറയുന്ന സാധനം. പിന്നെ ലവ് ലാംഗ്വേജിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നൊരു കാര്യമാണ്, ഐഷത്ത എൻ്റെ ഹസ്ബൻഡിൻ്റെ ലവ് ലാംഗ്വേജ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഈ ലവ് ലാംഗ്വേജിൽ എന്തൊക്കെയാണ് കണക്ഷൻസ് വരുന്നത്, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒറ്റ വീഡിയോയിൽ കുറച്ചൊക്കെ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത സെഷനിൽ നമ്മൾ പറയാം കേട്ടോ. ലവ് ലാംഗ്വേജിൽ എന്തൊക്കെയാണ് വരിക? ചിലർക്ക് കെയറിങ് ആയിരിക്കും, ചിലർക്ക് ടച്ച് ആയിരിക്കും, ചിലർക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന അപ്രിസിയേഷൻസ് ആയിരിക്കും, ചിലർക്ക് എന്താ പറയുക കിസ്സിങ് ആയിരിക്കും, ചിലർക്ക് സർപ്രൈസസ് ആയിരിക്കും, ചിലർക്ക് ഔട്ടിങ് ആയിരിക്കും. ഇത്തരത്തിൽ പല തരത്തിലായിരിക്കും ഓരോരുത്തരുടെയും ലവ് ലാംഗ്വേജ് ഉണ്ടാവും. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ആളുടെ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആളുടെ ലവ് ലാംഗ്വേജ് ഉണ്ടാവുക. നിങ്ങൾ ബാക്കിയുള്ളത് ചെയ്യുന്നതൊന്നും ആൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇതേപോലെ നിങ്ങളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ചിലപ്പോൾ ആളുടെ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ആളുടെ നല്ല രീതിയിലുള്ള സംസാരമായിരിക്കും, ആൾ ഇതിൽ റൊമാൻറ്റിക് ആയിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെയിലും നിങ്ങളും ആളുടെ അടുത്ത് ഇഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ ബേസിക്കലി ഈ എല്ലാ ലവ് ലാംഗ്വേജും രണ്ടു കൂട്ടർക്കും വേണ്ടതാണ്. നിങ്ങളുടെ ഭർത്താവിനെ റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് എന്താ ഇഷ്ടമില്ലാണ്ടിരിക്കും? സർപ്രൈസ് മാത്രമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ലവ് ലാംഗ്വേജ്, നിങ്ങൾ കുറച്ച് റെസ്പെക്ട് ചെയ്ത് ആൾക്ക് ഇഷ്ടപ്പെടാതിരിക്കും? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പോൾ നിങ്ങൾ അതിനെ എന്താ പറയുക, പാച്ചപ്പ് ചെയ്യണം. നമ്മൾ ഈ പറയുന്ന എല്ലാ ലവ് ലാംഗ്വേജും നമ്മുടെ ഭർത്താവിനും വേണം, നമ്മുടെ ഭർത്താവിന് വേണ്ടുന്ന എല്ലാ ലവ് ലാംഗ്വേജും നമുക്കും വേണം. നമുക്ക് കുറേ ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നു, നമ്മളിപ്പോൾ ഒരു സർപ്രൈസ് ആണ് നമ്മുടെ ലവ് ലാംഗ്വേജ്. നമ്മൾ സർപ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടറാവും. ഓക്കെ, നമുക്ക് കുറച്ച് മാസത്തിലൊരു തവണ അല്ലെങ്കിൽ വർഷത്തിലൊരു തവണ സർപ്രൈസ് കൊണ്ടുവന്നു, ബാക്കി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ
നമ്മൾ ആ സർപ്രൈസ് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവും. സോ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ളതിനെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. അല്ലാണ്ട് ഈ ഒരു സാധനം കണ്ടുപിടിച്ചാൽ മാത്രമേ ലൈഫ് ലോങ് നിങ്ങൾക്ക് സന്തോഷമായിട്ട് പോകാൻ പറ്റുള്ളൂ എന്നല്ല. ഈ ഒരു ക്യാമറയ്ക്ക് അകത്ത് വന്നിട്ട് ഒരു 10-30 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10-30 സെക്കൻഡ് കൊണ്ട് ഒരാൾ വന്ന് പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വിചാരിക്കരുത്. അതും വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത്, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മാത്രം റബ്ബ് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കുട്ടികൾ തനിയാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് തനിയാണ്, നിങ്ങൾ തനിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പടച്ചു തന്നിട്ടുള്ള അനുഗ്രഹമാണ്. എവർ കമ്പയർ. നിങ്ങളുടെ കുട്ടികൾക്കുള്ള ക്വാളിറ്റീസ് മറ്റുള്ളവർക്ക് വേണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള ക്വാളിറ്റീസ് ഒക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണം, നിങ്ങളുടെ ഹസ്ബൻഡിന്. അങ്ങനെ ഒന്നും ഇല്ല. എല്ലാ പോരായ്മകളും ഉള്ള മനുഷ്യരാണ് നമ്മളൊക്കെ. ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് എൻ്റെ കെട്ടിനോട് തല്ലൂടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എൻ്റെ കെട്ടിന് ഒരു 10 മിനിറ്റ് നേരം വൈകിട്ട് വരുന്നുണ്ടെങ്കിൽ എനിക്കറിയാം നേരം വൈകിട്ടേ വരുള്ളൂ എന്നുള്ളത്. നേരം വൈകിട്ട് വരുന്ന സമയത്ത് ഞാൻ ആളോട് സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെടും. ഞാൻ ദേഷ്യപ്പെടുന്നുള്ളത് ആൾക്കും അറിയാം. അത് കഴിഞ്ഞ് ആൾ സോറി പറയും അല്ലെങ്കിൽ സമാധാനപ്പെടും. ഇത് നമുക്കറിയാം. പക്ഷെ ഇത് അറിഞ്ഞാൽ ഇത് വീണ്ടും റിപ്പീറ്റഡ്ലി നടക്കുന്നുണ്ട്. എല്ലാ സൈക്കാട്രിസ്റ്റുകളുടെ വീട്ടിൽ ഇത് നടക്കാറുണ്ടാവും. എല്ലാവരും എമോഷൻസോടുകൂടി സൃഷ്ടിച്ചിട്ടുള്ളതാണ് പഠിച്ചത്. നമ്മളിത് പഠിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. എന്നാലും നമ്മൾ റിയാക്ട് ചെയ്യും. ഇപ്പോൾ മൂഡ് സ്വിങ്സ് എനിക്ക് ഉണ്ടാവാറുണ്ട്. എനിക്കറിയാം പീരിയഡ്സ് ആണ്, ഹോർമോണിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ദേഷ്യം വരും, സങ്കടം വരും. ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മുടെ എമോഷൻസിന് നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിലുണ്ടാവുന്ന തോട്ട്സ് ആണ്, ചിന്തകളാണ്. എൻ്റെ മനസ്സല്ല ഞാൻ എന്നുള്ള വ്യക്തി. സോ ഞാൻ എന്നുള്ള വ്യക്തിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ച് കുറേ ധാരണകൾ ഉണ്ടായിരിക്കണം, പ്ലാൻസ് ഉണ്ടായിരിക്കണം, അതെങ്ങനെ നടത്തണം എന്നുള്ളൊരു എന്താ പറയുക ചിന്ത ഉണ്ടായിരിക്കണം. നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വല്ല അവയർഡ് ആയിരിക്കണം. പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ട്സ് ആണ്, അത് വന്നിട്ട് പൊയ്ക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതിനെ നമ്മൾ റൂൾ ചെയ്ത്, അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത്, അതിനെ കുറേ റീലിലേക്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് സ്വന്തം ജീവിതം നശിപ്പിക്കാതിരിക്കുക. യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇൻഷാ അള്ളാ സെക്കൻഡ് സീരീസ് എന്തായാലും നമ്മൾ ഇടാട്ടോ. ഇൻഷാ അള്ളാ.